കുന്നംകുളത്ത് നടക്കുന്ന റവന്യൂ ജില്ലാ സ്കൂൾ കലോത്സവത്തിൽ 480 പോയിന്റുമായി തൃശൂർ ഈസ്റ്റ് ഉപജില്ല കുതിക്കുന്നു. 470 പോയിന്റുമായി ചാവക്കാട് ഉപജില്ല രണ്ടാം സ്ഥാനത്തും 464 പോയിന്റുമായി ഇരിങ്ങാലക്കുട ഉപജില്ല മൂന്നാം സ്ഥാനത്തുമാണ്. കലോത്സവത്തിന്റെ മൂന്നാം ദിനമായ ഇന്ന് വിവിധ വേദികളിലായി ഭരതനാട്യം, കുച്ചിപ്പുടി, തിരുവാതിരക്കളി, കേരള നടനം തുടങ്ങിയ മത്സരങ്ങൾ നടക്കും. സ്കൂൾ തലത്തിൽ 156 പോയിന്റ് നേടി പാവർട്ടി സെന്റ് ജോസഫ് ഹയർ സെക്കൻഡറി സ്കൂൾ ഒന്നാം സ്ഥാനത്ത് തുടരുന്നു. 145 പോയിന്റുമായി മതിലകം സെന്റ് ജോസഫ് ഹൈസ്കൂൾ രണ്ടാം സ്ഥാനത്തും തുടരുന്നു. കലോത്സവം നാളെ സമാപിക്കും. വിവരങ്ങളുമായി കലോത്സവ വേദിയിൽ നിന്ന് മുകേഷ് ലാൽ ചേരുന്നു. മുകേഷ് ലാലിലേക്ക്. വിവിധ വേദികളിൽ മത്സരങ്ങൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് 14 വേദികളിലാണ് മത്സരങ്ങളുള്ളത്. ഇതിൽ തന്നെ ജനപ്രിയ ഇനങ്ങളായ തിരുവാതിരക്കളി, അതുപോലെ തന്നെ ഗോത്രകലകളായ മംഗലംകളി, മലയപ്പുലയാട്ടം തുടങ്ങിയ ഇനങ്ങളും ഇന്ന് വേദിയിലെത്തുന്നുണ്ട്. മോണോ ആക്ട്, മിമിക്രി മത്സരങ്ങളും ഇന്നാണ് നടക്കുന്നത്. 2 വേദിയിൽ മാത്രമാണ് മത്സരങ്ങളില്ല. 16 വേദികളിൽ 2 വേദികളിൽ മാത്രമാണ് ഇന്ന് മത്സരങ്ങൾ ഇല്ലാതിരിക്കുന്നത്. ഇതേ സമയം നമുക്ക് പോയിന്റ് നിലയിൽ തൃശൂർ ഈസ്റ്റ് ഉപജില്ലയാണ് ഇപ്പോഴും മുന്നിൽ തുടർന്നുകൊണ്ടിരിക്കുന്നത്. രാവിലെ നടന്ന മത്സരങ്ങളുടെ ഫലങ്ങൾ വരുമ്പോൾ ചെറിയ മാറ്റങ്ങൾ ഉണ്ടാകും. നിലവിൽ തൃശൂർ ഈസ്റ്റ് ഉപജില്ലയാണ് മുന്നിൽ 480 പോയിന്റോടെ. ചാവക്കാട് ഉപജില്ല 470 പോയിന്റോടെ രണ്ടാം സ്ഥാനത്തും 464 പോയിന്റോടെ ഇരിങ്ങാലക്കുട ഉപജില്ല മൂന്നാം സ്ഥാനത്തുമാണ് തുടരുന്നത്. മുല്ലശ്ശേരി സെന്റ് ജോസഫ് സ്കൂൾ, പാവർട്ടി സെന്റ് ജോസഫ് സ്കൂളാണ് സ്കൂളുകളുടെ നിലയിൽ ഒന്നാമതായി തുടരുന്നത് 156 പോയിന്റോടെ. മതിലകം സെന്റ് ജോസഫ് HS 145 പോയിന്റോടെ രണ്ടാം സ്ഥാനത്തും തുടരുന്നുണ്ട്. വേദികളിലെ മത്സരങ്ങളെക്കുറിച്ച് പറയുകയാണെങ്കിൽ മത്സരങ്ങൾ വൈകി ആരംഭിക്കുന്നത് ഇന്നും വലിയ പരാതികൾക്കിടയാക്കി. ഇന്നലെ മത്സരങ്ങൾ വൈകി ആരംഭിച്ചത് മൂലം രാത്രി വളരെ വൈകി 1:30 കഴിഞ്ഞതിന് ശേഷമാണ് മത്സരങ്ങൾ സമാപിച്ചത്. ഇതുമൂലം തന്നെ ഒപ്പന മത്സരത്തിലെ മത്സരാർത്ഥികൾ കുഴഞ്ഞു വീണ് ആശുപത്രിയിൽ പ്രവേശിപ്പിക്കേണ്ട ഒരു സ്ഥിതിവിശേഷവും ഉണ്ടായിരുന്നു. ഇതിൽ വലിയ പരാതി ഉയർന്നിട്ടുണ്ട്. സംഘാടന പിഴവ് തന്നെയാണ് എന്നുള്ള പരാതിയാണ് ഉയരുന്നത്. കാരണം വിദ്യാഭ്യാസ ഉപ ഡയറക്ടർ പറയുകയുണ്ടായിരുന്നത് ക്ലസ്റ്റർ അടിസ്ഥാനത്തിലായതുകൊണ്ട് മത്സരങ്ങൾ വളരെ വൈകില്ല എന്നുള്ളതായിരുന്നു. പക്ഷേ വൈകിയാണ് ഇന്നലെ മത്സരങ്ങൾ അവസാനിച്ചത്. ഇന്നും ഈ രീതിയിൽ വൈകി തുടങ്ങിയതിനാൽ മത്സരങ്ങൾ വൈകി അവസാനിക്കാനുള്ള സാധ്യത കാണുന്നുണ്ട്. മറ്റൊന്ന് സീനിയർ ഗ്രൗണ്ട്, കുന്നംകുളം സീനിയർ ഗ്രൗണ്ടാണ് ചെണ്ട, തായമ്പക, പഞ്ചവാദ്യ, നാദസ്വരം മത്സരങ്ങൾക്കായി നൽകിയത്. രാവിലെയുള്ള മത്സരങ്ങൾ നടന്നു. പിന്നീട് വെയിലേറിയതോടെ മത്സരങ്ങൾ നടത്താൻ സാധിക്കാത്ത സ്ഥിതിവിശേഷമായി. പിന്നീട് ഗ്രൗണ്ടിൽ നിന്ന് മാറ്റി മത്സരങ്ങൾ തുടരുന്ന ഒരു സ്ഥിതിയുമുണ്ട്. ഇതുപോലെ നിരവധി പരാതികൾ ഉയരുന്നുണ്ട്. നേരത്തെ പറഞ്ഞ പോലെ ഭക്ഷണശാല ദൂരമാണ് എന്നുള്ള പരാതി ഉയർന്നു ആദ്യ ദിവസം തന്നെ. പക്ഷെ പിന്നീട് അതിലുള്ള നടപടിക്രമങ്ങളൊന്നും ഉണ്ടായില്ല. ദൂരെ കൂടുതലായതുകൊണ്ട് പലരും ഭക്ഷണശാലയിലേക്ക് പോകാത്ത ഒരു സ്ഥിതിവിശേഷവുമുണ്ട്. ഇന്നും മത്സരങ്ങൾ വിവിധ വേദികളിൽ തുടരുമ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ മോണോ ആക്ട്, മിമിക്രി, തിരുവാതിരക്കളി തുടങ്ങിയ ജനകീയ മത്സരങ്ങൾക്ക് ആളുകളും ഏറെയുണ്ട്. തിരുവാതിരക്കളി ഇപ്പോൾ വേദി നമ്പർ 7 ഇപ്പോൾ തുടർന്നുകൊണ്ടിരിക്കുന്നത്. ഹൈസ്കൂൾ കഴിഞ്ഞാൽ പിന്നീട് ഹയർ സെക്കൻഡറി വിഭാഗം തിരുവാതിരക്കളിയാണ്. അതിനുശേഷം വേദി 7 കേരള നടനവുമുണ്ട്. എന്നാലും വലിയ പരാതികൾക്കിടമില്ലാത്ത വിധം, വലിയ കല്ലുകടികളില്ലാത്ത വിധം മത്സരങ്ങൾ മൂന്നാം ദിനത്തിലും പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. ലിറ്റി. റവന്യൂ ജില്ലാ സ്കൂൾ കലോത്സവം സജീവമായി തന്നെ വേദികളിൽ മത്സരങ്ങൾ പുരോഗമിക്കുന്നു. തൃശൂർ ഈസ്റ്റ് ഉപജില്ല തന്നെയാണ് ഒന്നാം സ്ഥാനത്ത് മുന്നിട്ട് നിൽക്കുന്നത്. മറ്റു വേദികളിലും മത്സരങ്ങൾ തുടരുന്നു. വിവരങ്ങളാണ് മുകേഷ് ലാൽ നൽകിയത്.